പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റലാകുന്നു. വെള്ളിയാഴ്ച മുതൽ ഫാസ്ടാഗ് മുഖേന അല്ലെങ്കിൽ UPI ഇടപാടുകളിലൂടെ മാത്രമായിരിക്കും ടോൾ അടയ്ക്കാൻ സാധിക്കുക. പാലിയേക്കര ഉൾപ്പെടെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഇനി മുതൽ പണമായി ടോൾ സ്വീകരിക്കില്ല. ഏപ്രിൽ 10 മുതൽ പുതിയ പരിഷ്കാരം നിലവിൽ വരും. ടോൾ പിരിവ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണ്. ടോൾ അടയ്ക്കാൻ ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. എല്ലാ വാഹനങ്ങളിലും പ്രവർത്തനക്ഷമമായ ഫാസ്ടാഗ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമാണ്. ഫാസ്ടാഗ് ഇല്ലെങ്കിലും പ്രവർത്തനക്ഷമമല്ലെങ്കിലും യാത്രക്കാർക്ക് UPI വഴി പണമടയ്ക്കാം. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സാധാരണ ടോൾ തുകയുടെ 25% തുക അധികമായി നൽകേണ്ടി വരും. ഉദാഹരണത്തിന്, കാർ യാത്രയ്ക്ക് ഫാസ്ടാഗ് വഴി ഒരു വശത്തേക്ക് നിലവിൽ 90 രൂപയാണ് ടോൾ ഫീസ്. ഇത് UPI സംവിധാനം വഴിയാണെങ്കിൽ വെള്ളിയാഴ്ച മുതൽ 112 രൂപ 50 പൈസ അടയ്ക്കേണ്ടി വരും. ടോൾ പ്ലാസകളിൽ പണം നൽകാനായി വാഹനങ്ങൾ കാത്തു നിൽക്കുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റ് ആകുന്നതോടെ വാഹനങ്ങൾക്ക് വേഗത്തിൽ കടന്നു പോകാൻ സാധിക്കും. ചില്ലറ പൈസയെ ചൊല്ലിയും മറ്റും ടോൾ ബൂത്തുകളിൽ ജീവനക്കാരും യാത്രക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും. സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് ID കാർഡുകൾ കാണിച്ച് സ്വകാര്യ വാഹനത്തിന് നേടിയിരുന്ന ടോൾ ഇളവുകൾ ഇനി മുതൽ നൽകില്ലെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. പ്രത്യേക ഫാസ്ടാഗ് പതിപ്പിച്ചിട്ടുള്ള ഔദ്യോഗിക വാഹനങ്ങൾക്ക് മാത്രമേ ഇനി ടോൾ ഇളവിന് യോഗ്യതയുണ്ടാകൂ. ടോൾ ഇളവുകളുടെ ദുരുപയോഗം കുറയ്ക്കുന്നതിനും ടോൾ പ്ലാസകളിലെ തർക്കങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നിർദ്ദേശം. ദേശീയപാത പാലിയേക്കരയിലെ ടോൾ പ്ലാസ ഏപ്രിൽ 10 വെള്ളിയാഴ്ച മുതൽ പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുകയാണ്. ഇവിടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമാണ് ഇനി നമുക്ക് വെള്ളിയാഴ്ച മുതൽ സ്വീകരിക്കൂ. അതായത് ഫാസ്ടാഗ് അല്ലെങ്കിൽ UPI ഇടപാടുകൾ മാത്രമാണ് ഇവിടെ നടക്കുക. ഫാസ്ടാഗാണ് കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത്. ഇനി ഫാസ്ടാഗ് ഇല്ലാത്ത പക്ഷം UPI വഴി പണമടയ്ക്കാൻ കഴിയും വാഹനങ്ങൾക്ക്. എന്നാൽ അത് 25% ഫീ കൂടുതൽ അടയ്ക്കണം എന്നതും പ്രത്യേകം വാഹന ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്, യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 90 രൂപ വരുന്ന ഒരു കാർ യാത്രയ്ക്ക് UPI ഇടപാട് നടത്തുകയാണെങ്കിൽ അത് 112 രൂപ 50 പൈസ അടയ്ക്കേണ്ട സാഹചര്യമുണ്ട്. ഇനി ഫാസ്ടാഗും UPI ഇടപാടുകളും ഇല്ലെങ്കിൽ അത് വലിയ പിഴകൾക്ക് കൂടി സാഹചര്യം ഉണ്ടാക്കും എന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നത്. ഏതായാലും വെള്ളിയാഴ്ച മുതൽ ടോൾ പ്ലാസയിലൂടെയുള്ള വാഹനയാത്രയിൽ ഇത്തരം കാര്യങ്ങൾ കൂടി യാത്രക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ ലിവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.